നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് കേരളത്തിലും ദേശീയ തലത്തിലും ആവശ്യത്തിലേറെ ക്ഷീണം ഉണ്ടാക്കിക്കഴിഞ്ഞ ശശി തരൂരിനെ തിരുത്തിക്കാൻ ഹൈക്കമാൻഡ്. തരൂരുമായി 2.5 വർഷമായി ആശയവിനിമയം ഇല്ലാതിരുന്ന രാഹുൽ ഗാന്ധി തന്നെ തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ചു. ഇടത് സർക്കാരിനെ പ്രശംസിച്ചത് തെറ്റായ വിവരം കിട്ടിയതിനാലാണെന്നും തരൂർ തിരുത്തുമെന്നുമാണ് ഇതുവരെയുള്ള ഹൈക്കമാൻഡ് നിലപാട്. തരൂർ തിരുത്തിയാലും ക്ഷീണമില്ലാതാകുമോ? തരൂരിനെ പോലുള്ള ഒരു നേതാവ് തെറ്റിദ്ധരിച്ച് സംസ്ഥാന സർക്കാരിനെയും മോദിയെയും പ്രശംസിച്ചു എന്ന് എങ്ങനെ പറയാനാകും? തരൂരുമായി അടുക്കാനാകാത്ത വിധം അകന്നുകഴിഞ്ഞ സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കൾക്കും ഹൈക്കമാൻഡ് വഴങ്ങുന്നതിൽ എതിരഭിപ്രായവുമുണ്ട്. അതിലുപരി CPM-ന്റെ കൊലക്കത്തിക്കിരയായ കൃപേഷിനെയും ശരത് ലാലിനെയും തരൂർ അപമാനിച്ചുവെന്ന യൂത്ത് കോൺഗ്രസുകാരുടെ വികാരം കണ്ടില്ലെന്ന് നടിക്കാൻ മുതിർന്ന നേതാക്കൾക്ക് കഴിയുമോ? തരൂരിന് ഹൈക്കമാൻഡ് വഴങ്ങുന്നുവെന്ന പ്രതീതിക്കിടെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ മോഹൻ വർഗീസ്, കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് മാത്യു വിൽസൺ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. അതിനു മുൻപ് ഡൽഹിയിൽ ശശി തരൂരുമായുള്ള കൂടിക്കാഴ്ച ഹൈക്കമാൻഡിൻ്റേത് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രതികരണവും ശശി തരൂരിന്റെ ഭാഗത്തുനിന്നോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ശശി തരൂരിന്റെ നിലപാട്? അതറിയാൻ ബാക്കി നിൽക്കുകയാണ്. ഇതുവരെ തിരുത്താൻ തയ്യാറാകാതിരുന്ന ശശി തരൂർ ഇനി ഒരു തിരുത്തു വരുത്തുമോ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ശശി തരൂരുമായി സംസാരിച്ചു. KC വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംസാരിച്ചതെന്നോ എന്താണ് പുതിയ നിലപാടെന്നോ ഇതുവരെ ശശി തരൂർ വ്യക്തമാക്കിയിട്ടില്ല. അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങൾ അറിയുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ശശി തരൂരിനെ ഹൈക്കമാൻഡ് നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചതോടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചർച്ചയിലുണ്ടായിരുന്നു, ഖർഗെയുമായിട്ടും സംസാരിച്ചു. തരൂർ തിരുത്തുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അതോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനാണോ സാധ്യത? ഗൗരവമായി ഈ വിഷയം ഹൈക്കമാൻഡ് എടുത്തു എന്ന് തന്നെയാണ് പെട്ടെന്ന് ഹൈക്കമാൻഡ് റെസ്പോണ്ട് ചെയ്തതിൻ്റെ പിന്നിൽ കാണാവുന്നത്. ഇവിടെ ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ. കേരളത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിക്ക് തരൂർ ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല. അതൊരു ഏകദേശ ധാരണയുണ്ട്. കോൺഗ്രസിൻ്റെ ആരും തന്നെ പറയുന്നില്ല തരൂർ ഒരു പോസിറ്റീവ് ലൈറ്റിൽ ചെയ്തതാണ്, അദ്ദേഹത്തിന് അതിനുള്ള ഒരു ആർജവമുണ്ട് എന്ന രീതിയിൽ ഒരു സംസാരവും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായില്ല. പക്ഷേ തരൂർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരുത്തപ്പെടണമെങ്കിൽ തെറ്റ് ചെയ്തു, അബദ്ധം പറഞ്ഞു അല്ലെങ്കിൽ അബദ്ധം എഴുതി എന്ന് സ്വയം അഡ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ തിരുത്താനാവൂ. അതുകൊണ്ട് ഹൈക്കമാൻഡുമായി സംസാരിച്ചു എന്നത് ശരിയാണ്. അതിനുശേഷം അദ്ദേഹം വെളിയിലിറങ്ങി മാധ്യമപ്രവർത്തകരെ കണ്ടില്ല. ഒരുപക്ഷെ ഒരു ട്വീറ്റിലൂടെയോ മറ്റെന്തെങ്കിലും ഉപാധികളിലൂടെയോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ അദ്ദേഹം ഒരുപക്ഷെ ലോകത്തെ അറിയിച്ചിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിക്കിളിലൂടെ ഒരുപക്ഷെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ അദ്ദേഹം ശ്രമിച്ചിരിക്കാം. പക്ഷേ ആ ഒരു പ്രൊറോഗറ്റീവ് തരൂറിൻ്റെ അത്രയും മുതിർന്ന ഒരു നേതാവ്, അത്രയും വലിപ്പമുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ചട്ടം പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശ്രീ മഞ്ജുഷ്. പക്ഷേ എന്ത് ചട്ടം പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും കോൺഗ്രസിന് ആവശ്യത്തിലേറെ ക്ഷീണമുണ്ടാക്കുവാൻ ശശി തരൂരിന്റെ ഈ പ്രസ്താവനകൾ ലേഖനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അത് ഇടത് സർക്കാരിന്റെ വ്യവസായ നയത്തെക്കുറിച്ച് തരൂർ പറഞ്ഞ കാര്യമാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന രീതിയിൽ അമേരിക്കൻ സന്ദർശനത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞതാണെങ്കിലും അത് കോൺഗ്രസിന് ഇതുവരെ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അതാണ് തൽക്കാലം ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടരുത് എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് മുതിർന്ന നേതാക്കളോട്. ഒരു സംശയവുമില്ല, ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊരു തരൂർ വരച്ച വരയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോയത്. അതായത് അദ്ദേഹം സെറ്റ് ചെയ്തൊരു അജണ്ടയാണ്. ഇതെല്ലാം റിപ്പർക്കഷൻ ഉണ്ടാകും, ശക്തമായ രൂക്ഷമായ പ്രതികരണങ്ങൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് അറിയാത്തയാളല്ല. ഇതിനെ ഗേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. ഇതൊക്കെ ചെറിയ രാഷ്ട്രീയങ്ങളാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കൃത്യമായ ഡേറ്റ കിട്ടാത്തത് കൊണ്ടാണ് തരൂർ അങ്ങനെ വ്യവസായ വകുപ്പിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എഴുതിയത് എന്ന്. ആ ഡേറ്റ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തരൂർ അത് തിരുത്തുമെന്നാണ്. പക്ഷേ ഇനി തരൂർ തിരുത്തിയാൽ തന്നെ ഒരു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തരൂരിനെ പോലെയുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതുമെന്ന് കരുതാൻ മാത്രം മണ്ടന്മാരാണോ അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചവരും അതുപോലെ തന്നെ ഈ കേരള സമൂഹവുമൊക്കെ? ഡേറ്റ അല്ല ഇവിടെ വിഷയം. സെലക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ എ ടാർഗറ്റ് പർപ്പസ്. അല്ലേ, എന്താണ് പർപ്പസ്, ആരാണ് ടാർഗറ്റ്, ഇത് ഉപയോഗിച്ച് ഇത് നോക്കിക്കണ്ട്
ഏത് ഇൻഫർമേഷനാണ് ഏത് ഡേറ്റയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാവുന്ന ആളാണ് തരൂർ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് കൊള്ളുക? ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നാൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പോലെ നല്ലപോലെ പ്രചാരമുള്ള ഒരു ദിനപത്രത്തിൽ എഴുതുന്ന ഒരു ആർട്ടിക്കിൾ ഏതറ്റം വരെ പോകുമെന്നും അതുണ്ടാക്കാൻ സാധ്യതയുള്ള ചലനങ്ങളും ഒക്കെ അറിയാം. അതുകൊണ്ട് ഇതൊരു ടെസ്റ്റ് ഡോസായി വന്നു. പക്ഷേ തരൂരിന് പിഴച്ചത് ഈ തരൂർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പ്രതികരണങ്ങൾ വന്നു എന്നതാണ് ഒരു പക്ഷേ. ഇപ്പോൾ വളയ്ക്കുകയും ചെയ്യാൻ ഒടിക്കരുത് എന്നുള്ള പ്രമാണമുണ്ടല്ലോ. അതുകൊണ്ട് തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ ഉപയോഗിച്ച് തിരുത്താൻ ഒരു ശ്രമം നടത്താൻ ഹൈക്കമാൻഡിന് സാധിക്കും. പക്ഷേ ഒരു അക്കാഡമിക് ലെവലിലേക്ക് ചർച്ച പോയി കഴിഞ്ഞാൽ അതാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഒരു കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടു കൂടി 2021 മുതലുള്ള പോസ്റ്റ് കോവിഡ് സാഹചര്യത്തിലെ വ്യത്യാസം എന്താണ്, അതുകൊണ്ട് ശതമാനക്കണക്കിൽ വരുമ്പോൾ ഏത് ഡേറ്റയും വളരെയധികം ഊതിപ്പെരുപ്പിച്ചതായി തോന്നാം. അതായത് തരൂരിന് തെറ്റായ ഡേറ്റ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, അതുകൊണ്ട് ഞങ്ങളിത് ശരിയായ ഡേറ്റ നൽകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയായിരുന്നു. പക്ഷെ അത് എത്രമാത്രം ഗുണകരമാകുമെന്ന് പറയാനാവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ശശി തരൂറുമായുള്ള കൂടിക്കാഴ്ച ഹൈക്കമാൻഡിൻ്റേത് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ 10 ജനപഥിൽ നിന്ന് ശശി തരൂർ മടങ്ങിയത് മാധ്യമങ്ങളെ കാണാതെയാണ്. മാധ്യമങ്ങളെ കാണാതിരിക്കുന്നതിന് വേണ്ടി മുൻവശത്തെ ഗേറ്റിലൂടെയല്ല, പിൻ ഗേറ്റിലൂടെയാണ് അദ്ദേഹം മടങ്ങിയത് എന്നാണ്. അതായത് മഞ്ഞുരുകിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ പതിവ് ശൈലിയിൽ എന്താണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തന്റെ നിലപാടിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ അക്കാര്യം തരൂർ വ്യക്തമാക്കും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ ശ്രീ സേനാപതി വേണു കൂടി ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, എന്തൊക്കെയായാലും ഇനി തരൂർ തിരുത്തിയാൽ തന്നെ ഇതിനേക്കാൾ ഒരു വലിയ ഡാമേജ് സമീപകാലത്ത് കോൺഗ്രസിന് ഉണ്ടാകാൻ ബാക്കിയില്ലല്ലോ. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അങ്ങനെയാണ്. അല്ല, ശശി തരൂര് ഇന്നിപ്പോ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു തലക്കെട്ട് തന്നെ തരൂരിനെ തിരുത്തിക്കുമോ എന്നുള്ളതാണ്. തിരുത്തിക്കുന്നതിനേക്കാൾ ഉപരി തരൂര് സ്വയം തിരുത്തേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാല് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പുറത്തു വരുമ്പോൾ അദ്ദേഹം സ്വയം തിരുത്തേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ കേരളത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ കണ്ടു നിൽക്കുന്നവരാണ്. നമ്മൾ ഏതെങ്കിലും ഡേറ്റാസോ അല്ലെങ്കിൽ ഫിഗേഴ്സിന്റെയോ ബേസിലല്ല. വർത്തമാന കാലത്തെ കേരളത്തിലെ വ്യവസായങ്ങളുടെ പുരോഗതി അല്ലെങ്കിൽ ഇവിടെ വരുന്ന സംരംഭങ്ങൾ എന്ത് എന്ന് കണ്ടു നിൽക്കുന്ന ആളുകളാണ്. അല്ല, തരൂരിന് അത് അറിയില്ല എന്നുണ്ടോ ശ്രീ സേനാപതി വേണു? തരൂരിന് അറിയില്ല എന്നുണ്ടോ? അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ സമയത്ത് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് ഇറങ്ങിയത്. ആ ശശി തരൂരിന് ഈ ഡേറ്റയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണോ സമൂഹം കരുതുന്നത് അതുപോലെ തന്നെ തരൂരിനും അറിയാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതേ CPM തന്നെ അദ്ദേഹത്തെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ, അത് വ്യക്തിപരമായും അല്ലാത്ത രീതിയിലും ഒക്കെ ഹീനമായ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരെ അഴിച്ചുവിടുകയും ആ പാർട്ടിക്കെതിരെ അതിശക്തമായ പ്രചരണ രംഗത്ത് നിൽക്കുകയും ചെയ്തയാളാണ് ശ്രീ ശശി തരൂര്. അപ്പോൾ ഒരുപക്ഷെ ഇനി ശശി തരൂര് എന്തുകൊണ്ട് ഈ കാര്യം അന്ന് പറഞ്ഞില്ല എന്ന് നമ്മളിപ്പോൾ സംശയിക്കും. ഇവിടെ ശശി തരൂരിന്റെ ലേഖനം കഴിഞ്ഞ 14-ാം തീയതി വന്ന ലേഖനത്തിലെ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് പറയാം. അതായത് കേരളാസ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ P. Rajiv announced that one can now open a business in Kerala in 2 minutes. മഞ്ജുഷ, ഇപ്പൊ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു ഭൗതിക സാഹചര്യത്തിൽ ഇനി മന്ത്രി രാജീവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് 2 minutes അല്ല, 2 hours or 2 days ആണെങ്കിൽ പോലും അത് കേരളത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണോ? സാധ്യമാകുന്ന കാര്യം തരൂരിനോട് പറയൂ ശ്രീ സേനാപതി വേണു. തരൂരിന് ഇതുവരെ അത് ബോധ്യമായിട്ടില്ലല്ലോ. രാഹുൽ വിളിച്ചു വരുത്തേണ്ടി വന്നിരിക്കുകയാണ് തരൂരിനെ. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് തരൂരും രാഹുലും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഒരു ചർച്ച നടക്കുന്നത്. ഹൈക്കമാൻഡിന് താല്പര്യമുള്ള ഒരു വ്യക്തി അല്ലല്ലോ ഇപ്പോൾ ശശി തരൂർ. എന്നിട്ട് കൂടി തരൂരിനെ വിളിച്ചു വരുത്തുന്നത് ഇത് തിരുത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ. ആ തരൂർ ഇതുവരെ തിരുത്താൻ തയ്യാറായിട്ടില്ല. തിരുത്തിയാൽ നല്ലത്, പക്ഷെ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്രമാത്രം ഡ്രാമ ഉണ്ടാക്കേണ്ടത് എന്താണ്? അതിനുള്ള കാരണം എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരികയാണ്. എന്തായാലും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുകയാണല്ലോ തരൂർ അവിടെ ചെയ്യുന്നത്. അല്ല, നമ്മൾ മലയാളത്തിലെ ഒരു വാചകം പറഞ്ഞ കവി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതായാലും ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത് അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയ ഡാമേജ്, അത് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി സമീപകാലത്ത് ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. ഞാനിപ്പോൾ വേറെ ഇതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മളൊരു 3-4 ഉദാഹരണങ്ങൾ ഇവിടെ വ്യവസായ സൗഹൃദമായ ഒരു നാടായി കേരളം മാറിയെന്ന് പറയുമ്പോൾ വളരെ അടുത്ത ആളിൽ നടന്ന 2-3 ഉദാഹരണം. ഒന്ന്,
നമ്മുടെ ആന്തൂർ നഗരസഭയിലെ സാജൻ പാറയ്ക്കൽ ഇത് ശരിയാണ്, അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. അങ്ങനെ ആ തരൂർ പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അതിനെയൊക്കെ കോൺഗ്രസ് അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിനെ ബാക്ക് ഫുട്ടിലേക്ക് ആക്കുകയായിരുന്നു ശശി തരൂർ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ തരൂർ ചെയ്തത് എന്താണ്? കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഫോട്ടോ തരൂർ പങ്കുവെച്ചതാണ്. ആ ഫോട്ടോയിൽ കൃത്യമായിട്ട്, ആ കാർഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു CPM നരഭോജികൾ എന്ന്. ആ കാർഡ് അദ്ദേഹം എടുത്ത് മാറ്റുകയാണ് ചെയ്തത് പിന്നീട് ഫേസ്ബുക്കിൽ നിന്ന്. എന്തിന്? അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒട്ടാകെ അപമാനിക്കുകയാണ് ശശി തരൂർ ചെയ്തത്. എന്നിട്ട് ഒരു വാക്ക് എന്തുകൊണ്ട് മകത്ത് പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല? തരൂരിനെതിരെ ഒരു വാക്ക് പോലും ഇന്ന് ആരും ശബ്ദിച്ചില്ല. എന്തുകൊണ്ടാണ്? യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ ഉദ്ദേശിച്ചതാണ് തരൂരിന്റെ MP ഓഫീസിലേക്ക്. എന്തുകൊണ്ട് അത് തടയപ്പെട്ടു? അപ്പോൾ തരൂരിനെ എന്തിനു നിങ്ങൾ പേടിക്കുന്നു ഇപ്പോൾ? അല്ല, അവിടെ പേടിയുടെയോ പേടിയുടെയോ ധൈര്യത്തിന്റെ ഒരു കാര്യമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം തന്നെ ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. ആ നരഭോജി എന്നുള്ള ഒരു പദം, അത് തന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനത്തെ ഒരു പദം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സൗകര്യം. ആ കാര്യത്തെ എന്ത് വ്യക്തിപരമായ സൗകര്യമാണ്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്. അതിനോടൊപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിൽ തരൂരിനോട് പോകാൻ പറയണം. അത് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല? അത് മാത്രമല്ല, ഇന്ന് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കാതെ പോയത് എന്ന് താങ്കൾക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ്? തരൂരിനെ അനുകൂലിക്കുന്ന കുറച്ച് യുവ നേതാക്കൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാല് തല്ലി ഒടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആ ജില്ലാ കമ്മിറ്റി നേതാക്കളോട് പറഞ്ഞു. അതുകൊണ്ടാണ് തടയപ്പെട്ടത്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മറ്റൊന്നാകുമായിരുന്നു. തിരുവനന്തപുരത്ത് തരൂർ പക്ഷവും എതിർപക്ഷവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ തരൂരിന് വേണ്ടിയും കളത്തിലിറങ്ങാൻ ആളുകൾ തയ്യാറായി നിൽപ്പുണ്ട്. അല്ല, ഇവിടെ തരൂർ പക്ഷമെന്നോ എതിർപക്ഷമെന്നോ അങ്ങനെ ഒരു വിഭാഗീയതയല്ല ഇവിടെ പാർട്ടിക്കകത്തുള്ളത്. ഇവിടെ പ്രശ്നാധിഷ്ഠിതമാണ്. കാരണം ആ കാര്യത്തെ അല്ല, ഇന്നലെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലയാളികളെ സംബന്ധിച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ വന്ന പോസ്റ്റ്, അത് അദ്ദേഹം എന്താ പറഞ്ഞ റിമൂവ് ചെയ്തതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. പക്ഷെ ന്യായീകരണങ്ങൾ എന്താണെങ്കിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനത്തോടൊപ്പം നിൽക്കുവാൻ ശ്രീ ശശി തരൂര് ബാധ്യസ്ഥനാണ്. ശശി തരൂർ എന്ന് മാത്രമല്ല, എല്ലാ കോൺഗ്രസ്സുകാരും അത് ബാധ്യസ്ഥരാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുമായിട്ടുള്ള ചർച്ച നടന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം തിരുത്താതെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, കോൺഗ്രസ് പാർട്ടിക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. അപ്പൊ നിശ്ചയമായും കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ നയങ്ങളോടും നിലപാടുകളോടും ഒപ്പം അദ്ദേഹം നിന്നേ മതിയാവൂ. അങ്ങനെ നിൽക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുള്ളൂ. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകര് അവർക്കൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു അധികാരത്തിന്റെ ചെറുതാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് കടന്നു വരാനും ഭരണം നടത്താനും ഒക്കെയുള്ള ഒരു അവസരം, അതിന് ഇനി മാസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് മാത്രമല്ല UDFന്റെ പ്രവർത്തകരോട് കൂടി ചെയ്യുന്ന കടുത്ത അപരാധമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കാര്യം ശശി തരൂരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശശി തരൂർ തിരുത്തും, അദ്ദേഹം തിരുത്തിയേ മതിയാവൂ. ആ തിരുത്തലിനൊപ്പം അദ്ദേഹം കോൺഗ്രസിന്റെ ഔദ്യോഗിക നയത്തിനോടൊപ്പം ചേർന്ന് നിൽക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ പ്രസ്താവന ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, ആ പ്രസ്താവനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും അദ്ദേഹം ഒരു പ്രതികരണം നടത്തുമെന്ന് തന്നെ കരുതാം. ശ്രീ വിനോദ് മാത്യു വിൽസൺ, തരൂർ തിരുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കൾക്കും ഇപ്പോൾ തരൂരിനോട് നല്ലൊരു ബന്ധമല്ല. ഈ ഒരു സംഭവം ഉണ്ടായതിൽ പിന്നെ തരൂരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ തരൂർ തിരുത്തണം എന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും എതിരഭിപ്രായമില്ല. ഒരു നടപടി അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നടപടി വേണം, ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നടപടി എടുക്കണമെന്നൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും തിരുത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല. തരൂർ തിരുത്തേണ്ടി വരുമോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തരമായ ഒരു പ്രശ്നമാണ്. കോൺഗ്രസ് പാർട്ടിയാണ് അത് അഫക്ട് ചെയ്തത്. ശ്രീ മഞ്ജുഷൻ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ ഞാൻ ഈ വിഷയത്തെ മറ്റൊരു തരത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതില് നമ്മളിപ്പോ ഈയിടെ കണ്ടൊരു സിനിമയുണ്ട്. അതിൽ നിവിൻ പോളി പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ചില മനുഷ്യർ അങ്ങനെയാണ്, അവർക്ക് അവരുടേതായ ഒരു വ്യൂസ് ഉണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ തരൂരിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇടപെടലും മുഴുവൻ നോക്കിയാൽ എന്തോരം കോൺട്രവേഴ്സികൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ്?
കേവലമായ നമ്മൾ സ്ഥിരമായി കാണുന്ന രാഷ്ട്രീയക്കാരിൽ വ്യത്യസ്തമായി അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്റെ വഴി വെട്ടിത്തെളിച്ചു വന്ന ആളാണ്, ഞാനൊരു പൗരനാണ്, ഞാനൊരു എഴുത്തുകാരനാണ്. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും വന്നിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹം 2009 എന്റെ ഓർമ്മ, അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഗാന്ധി ജയന്തിക്ക് അവധി വേണ്ട എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയെ പാകിസ്ഥാനേക്കാൾ വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് സൗദി അറേബ്യ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തരൂർ എപ്പോഴും തരൂരിൻ്റെതായിട്ടുള്ള ഒരു വിഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയും തരൂർ അത് തന്നെയാണ് പറഞ്ഞത്. തരൂരിന്റെ ഒരു ലേഖനത്തിൽ തരൂർ പിന്നീട് എന്താ പറഞ്ഞത്? എന്റെ ലേഖനം വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾ അഭിപ്രായം പറയാൻ പറഞ്ഞു. പലരും അങ്ങനെയല്ല ആദ്യഘട്ടത്തിൽ അഭിപ്രായം പറയാൻ നമുക്കറിയാലോ. തരൂർ എന്തോ പറഞ്ഞു, തരൂർ എന്തോ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചു, കോൺഗ്രസിനെതിരാണ്, അഭിപ്രായം മുഴുവൻ അങ്ങനെയാണ്. അതിനുശേഷം തരൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ തരൂരിനെ അഭിനന്ദിച്ചുകൊണ്ടോ സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം തരൂരിന്റെ വോട്ടേഴ്സ് ആരാണ്, അത് മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധി എന്താണ്, അത് തരൂരിന് നന്നായിട്ട് അറിയാം. തരൂരിന്റെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃത വോട്ടേഴ്സും ചെറുപ്പക്കാരുമാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന, കോൺഗ്രസിലെ അത്തരം വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ചെറുപ്പക്കാരായ മനുഷ്യരും, അതുപോലെ തന്നെ തരൂര് കൊള്ളാം, തരൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവട്ടെ, അല്ലെ തരൂരിനെ മുമ്പ് നിർത്തിയാൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരും, സതീശനും സുധാകരനും മാറി നിൽക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗം പുറത്തുമുണ്ട്. ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയാം, കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം. അദ്ദേഹം ആ പാതയിൽ, ഞാൻ തരൂരുമായിട്ട് ശശി തരൂരുമായിട്ട് തിരുവനന്തപുരം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സംസാരവും രീതികളും നമ്മൾ എപ്പോഴും കാണുന്ന സീസൺഡ് പൊളിറ്റീഷ്യന്റെ ലൈൻ അല്ല. അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ തരൂർ ഇവിടെ എടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസുകാരുടെ ആവശ്യം വരും. അത് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യം തന്നെയാണ്. അതാണല്ലോ കെ മുരളീധരൻ പറഞ്ഞത്. 4 തവണ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു വിട്ടത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനം കൊണ്ടാണെന്ന്. അതൊരു പരിധിവരെ ശരിയുമാണ്. ഇത്തവണത്തെ ഇലക്ഷന് തന്നെ അദ്ദേഹം തോൽവിയുടെ വക്കിൽ നിന്നാണ് ജയിച്ചു വന്നത്. കോൺഗ്രസ് പ്രവർത്തകർ വളരെയധികം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നാവും. പിന്നീട് ഇവിടുന്ന് ജയിച്ചു പോയി കഴിയുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന് വേണ്ട, കോൺഗ്രസ്സുകാരെ വേണ്ട. ആ ഒരു ഇമേജ് അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണോ? അതാണ് ഈ സ്വന്തമായി വഴിവെട്ടി വന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെയൊന്നും ആവശ്യമില്ല എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, ഏത് സമയവും മറുകണ്ഠം ചാടാൻ ഒരുങ്ങി നിൽക്കുന്നയാളെന്നൊരു പ്രതീതി പോലും അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തരൂർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ് ശ്രീ മഞ്ജുഷയോട് പറയുന്നത്. തരൂർ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. തരൂര് വോട്ട് ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റിൽ എത്തണമെങ്കിൽ തരൂരിന് അറിയാം, കോൺഗ്രസ് പോലൊരു പ്ലാറ്റ്ഫോമിലാണ് തരൂരിന് ഇപ്പോൾ ബെറ്റർ, അതുകൊണ്ട് തരൂർ ഇവിടെ നിൽക്കുന്നു, വോട്ട് വേണം. തരൂർ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? തരൂരിന്റെ ഉള്ളിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്റെ വിഷനുണ്ട്, ഞാൻ പുസ്തകം വായിക്കുന്ന ആളാണ്, ലോകം കാണുന്ന ആളാണ്. പൊളിറ്റിക്സിനകത്ത് ഈ കക്ഷി രാഷ്ട്രീയത്തിനുപരിയായിട്ട് നല്ലതിനെ നല്ലതായി കാണുകയും അഭിപ്രായം, നമ്മൾ ഈ നല്ലതിനെ നല്ലതായി കാണുക എന്ന് പറയുന്ന എതിർപ്പുകൾ അതോടുകൂടി ഇല്ലാണ്ടാവുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിനെ എതിർക്കുന്നു അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുഡ് പൊളിറ്റിക്സ്, ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു വിഷൻ പൊളിറ്റിക്സ് ലോകത്തെല്ലായിടത്തും അത് കടന്നു വരികയാണ്. കേരളത്തിലും ഇന്ത്യയിലും അതില്ല. ശരിയാണ്, സത്യമാണ്. നമുക്കിപ്പോ ഒരു നല്ല കാര്യം എതിർ പാർട്ടി നിൽക്കുന്നവൻ ചെയ്താൽ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച്, ഒരു സീസൺഡ് പൊളിറ്റിക്സ് അവന് ബുദ്ധിമുട്ടാണ്. കാരണം അവരെ പാർട്ടിക്കാർ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകും. കാരണം ഇവരെല്ലാം ഇമോഷണലിയാണ് ചിന്തിക്കുന്നത്. അപ്പൊ തരൂർ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ തരൂരിന് വോട്ട് നേടി അധികാരത്തിൽ വരാൻ കോൺഗ്രസിനെ വേണം. സ്വാഭാവികമായും പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി മാറും. ആ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അദ്ദേഹം എടുത്തണിയും. അതിനുശേഷം തരൂർ വീണ്ടും തരൂരിന്റെ ഒരു വിശ്വപൗരനിലേക്ക് മാറുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് തരൂർ എപ്പോഴും ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. അല്ല, തരൂർ ഒരിക്കലും ഇത് അറിയാതെ പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിയാതെ വീഴുന്നതോ അല്ല. തരൂർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, ഈ രാഷ്ട്രീയക്കാരന്റെ കുപ്പായത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി നല്ലതിനെ നല്ലതായിട്ട് കാണണം. അദ്ദേഹം അങ്ങനെയല്ല സംസാരിക്കുന്നത്, നമ്മൾ നല്ലതിനെ നല്ലതായിട്ട് കാണണം. അതുകൊണ്ട് തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത് വെട്ടിലാക്കുകയോ അവരുടെ പ്രീതി കുറയ്ക്കുകയോ എന്നതിന്റെ അപ്പുറത്തേക്ക് തരൂര് പറഞ്ഞ വിഷയം, അതിൽ CPM-ന് കൊടുത്തിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ്, അത് ശരിയാണോ, അല്ലെങ്കിൽ തരൂര് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ എത്ര ശരിതെറ്റുകളും സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, കോൺഗ്രസ് വിശാലമായ ഇത്തരം ചർച്ചകളൊക്കെ സ്വീകരിക്കുമായിരുന്നു, വിശാലമായ ഇത്തരം ചർച്ചകളൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ ശശി തരൂരിനെ ഒതുക്കേണ്ട ഒരു സാധ്യത
കേരളത്തിലെ ഇവിടുത്തെ പ്രോമിനന്റ് ആയ ലീഡേഴ്സിനുണ്ട്. കാരണം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി ഇപ്പൊ അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നെങ്കിലും ഈ നമ്മൾ പറയാറില്ലേ അയലിട്ട ഒരു തുണി പോലെയാണ്. അപ്പൊ സ്വാഭാവികമായും തരൂരിനെയൊക്കെ മുൻനിർത്തി കേരളത്തിൽ CPM-നെതിരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമോ എന്ന ഭയത്തിൽ തരൂരിനെ ഇതിനു മുമ്പേ വെട്ടാൻ തീരുമാനിച്ച കോഴിയാണ് തരൂർ. പക്ഷെ തരൂരിന് ഒരു അവസരം കിട്ടില്ല. കാരണം നമുക്കറിയാം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് പോലും തരൂരിന് ഇത്രയും ഒരു പ്രോമിനന്റ് പ്ലേസ് കോൺഗ്രസിൽ കിട്ടുന്നുണ്ടെങ്കിൽ തരൂരിന്റെ ബേസും തരൂരിന്റെ അടിത്തറയും പുസ്തകം വായിക്കുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണെന്ന് അറിയാവുന്ന കോൺഗ്രസിന് അദ്ദേഹത്തെ എളുപ്പം വെട്ടിമാറ്റാൻ കഴിയില്ല. ഇത് തരൂരിന് ബോധ്യമുണ്ടായതുകൊണ്ടാണ് തരൂർ ഇവരുടെ ഇത്തരം ഉമ്മാക്കികൾ കാണുമ്പോൾ ഭയപ്പെട്ട് പിന്മാറാൻ നിൽക്കുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, പലതവണ ചൂണ്ടയിട്ടിട്ടും BJP-യുടെ ചൂണ്ടയിൽ കൊത്താത്തയാളാണ് ശശി തരൂർ. പല തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും തരൂരിനെ നോട്ടമിട്ടിട്ടുണ്ട് BJP. പല സംഭവങ്ങൾ ഉണ്ടായ സമയത്തും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായ സമയത്തും അദ്ദേഹത്തിനെ നോട്ടമിട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വഴങ്ങിയിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട്, അമേരിക്കൻ സന്ദർശനത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും ആ രീതിയിൽ ഇപ്പോൾ BJP കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം BJP നേതാക്കൾ അതിനോട് വലിയ ആവേശത്തോടെയൊന്നും പ്രതികരിച്ച് കണ്ടില്ല. മറിച്ച് ഇവിടെ കേരളത്തിൽ അങ്ങനെയല്ല. വ്യവസായ നയത്തെ അദ്ദേഹം പുകഴ്ത്തുമ്പോൾ ആവേശത്തോടു കൂടിയാണ് CPM-ന്റെ നേതാക്കൾ അതിനോട് പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രി പോലും. അപ്പോൾ BJP-ക്ക് അറിയാം തരൂർ ഇത്രയേ ഉള്ളൂ, തരൂർ ഇതിനപ്പുറം കടക്കില്ല എന്ന്, അല്ലേ? അങ്ങനെയാകാം ഒരുപക്ഷെ BJP ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്ന വേറെ ചില കാര്യങ്ങളാണ് മഞ്ജുഷ, അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു, ഈ ചർച്ചക്കിടയിൽ പറയുകയൊക്കെ ചെയ്തു, അതായത് 2022 ശേഷം ഈ ശശി തരൂര് ഈ രാഹുൽ ഗാന്ധിയും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന്. 3 വർഷം, അതായത് ശശി തരൂരിനെ പോലെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ ഉള്ള ഒരു നേതാവ്, അതായത് അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും വലിയ പ്രൊഫൈലുള്ള വേറൊരാൾ ഉണ്ടാവും എന്ന് ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നേതാവ്, തുടർച്ചയായി 4 പ്രാവശ്യം ജയിച്ചു വന്ന നേതാവ്, ഈ കോൺഗ്രസിന് ഏറ്റവും അധികം MP-മാരെ സംഭാവന ചെയ്ത ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള നേതാവ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ പറഞ്ഞ പ്രൊഫൈലുള്ള ആ ഒരു ലീഡറെ 3 വർഷം രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയും ഒന്നും കാണാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. എന്തുകൊണ്ട്? അതുമല്ല, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന പാർലമെന്റ് ഡെലിബറേഷൻസ് ഡിസ്കഷൻസിലൊക്കെ ഈ ശശി തരൂർ, കേരളത്തിൽ നിന്നുള്ള MP-ആയ ഈ ശശി തരൂരിന് എത്ര റോളുണ്ടായിരുന്നു? കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസ്, സത്യത്തിൽ അതുപോലെയുള്ള ഒരാളിനെ അദ്ദേഹം ഒരു 100% പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങനെ ഒരാളെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയെ ഏതെല്ലാം രീതിയിൽ ഒരു പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും? ഇതൊന്നും ചെയ്തിട്ടില്ല. അതിന് പകരം അങ്ങനെ എങ്ങനെയൊക്കെ അവഗണിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവഗണിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഇപ്പോ ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രം ഇനി ശശി തരൂരെങ്ങാനും കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ അത് കോൺഗ്രസിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണത്, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഇനിയിപ്പം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചേക്കും, UDF ജയിച്ചേക്കും എന്ന ഒരു വലിയ പ്രതീക്ഷ ആ പാർട്ടി വെച്ച് പുലർത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അവിടെ നിന്ന് വിട്ടുപോയാൽ അത് താങ്ങാൻ പറ്റില്ല ആ പാർട്ടിക്ക്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ എട്ടുപിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശശി തരൂരിനും അങ്ങനെ ഒരു ബേസ് വേണമല്ലോ. ശശി തരൂർ പലപ്പോഴും അല്ലല്ല BJP-ക്ക് താല്പര്യമുണ്ടായിട്ട് പോലും തരൂർ അതിന് വഴങ്ങിയിട്ടില്ല. തരൂർ അങ്ങനെ BJP-യിലേക്ക് പോകുമെന്ന് കരുതാനും പറ്റില്ല. അദ്ദേഹം CPM-നെയും താല്പര്യപ്പെടില്ല. അപ്പോൾ അദ്ദേഹത്തിനും ഒരു ബേസ് വേണം, കോൺഗ്രസ് എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് വേണം. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഉപകാരപ്പെടുന്നതാണ്. തരൂരിനെ കോൺഗ്രസിനും വേണം, കോൺഗ്രസിനെ തരൂരിനും വേണം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അവിടെ നിൽക്കുകയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പോഴാണ് ഇത് മറനീക്കി പുറത്തു വരുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ഉദാഹരണങ്ങൾ, പാർലമെന്റിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല. അതിന്റെ ഒരു പ്രതിഫലനം കൂടി ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഈ ലേഖനം എഴുത്തും അതുപോലെ തന്നെ മോദി പ്രശംസയും ഒക്കെ. അതായത് ഞാൻ ഒരു കാര്യം പറയാം, BJP-യിലേക്ക്
ശശി തരൂരിനും ബി ജെ പിക്ക് താല്പര്യം ഇനി അങ്ങനെയുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബി ജെ പി ഒരു 100% ഒരു കൺഫർമേഷൻ, ഒരു ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രിസ്ഥാനമൊക്കെ ആ രീതിയിൽ ആ ലെവലിലുള്ള ഡിസ്കഷൻസ് ആ ഒരു ഹൈ ലെവലിൽ നടന്നിരുന്നു. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂർ പോകുമായിരുന്നു. ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ചില്ല. അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല എന്നാണ്. അദ്ദേഹം വഴങ്ങിയിട്ടില്ല അങ്ങനെ. എന്തോ എനിക്കറിയില്ല. ഞാൻ പറയുന്നതിന് ചില ലോജിക്കുണ്ട് മഞ്ജുഷേ. ഞാൻ അതാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജയശങ്കർ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രൊഫഷണൽസ് ആണത്. അതുപോലെയുള്ള ആ ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണലുകൾക്ക് ഈ സർക്കാർ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്, അവർക്ക് കൊടുക്കുന്ന ആ റെസ്പെക്ട് എന്താണ്, അവർക്ക് ലഭിക്കുന്ന, അവർക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ്, അവരുടെ ആ ക്രിയേറ്റിവിറ്റി മുഴുവൻ പുറത്തെടുത്ത് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അവർ വളരെ വലിയ 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 കോൺട്രിബ്യൂഷൻസ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഈ പ്രൊഫഷണൽസിന് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നത് തരൂർ കാണുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെയുള്ള ആ ലെവലിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണലായ തരൂരിനും തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും ഈ രാജ്യത്തിന്റെ മുൻപോട്ടുള്ള പോക്കിലും വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിയും. തീർച്ചയായും ആ രീതിയിലുള്ള ഒരു ഡിസ്കഷൻസോ ഉറപ്പോ കിട്ടിയിരുന്നു എങ്കിൽ ശശി തരൂര് പോകുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ ലെവലുള്ള ഒന്നും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ശരി, ശ്രീ മോഹൻ വർഗീസ് അങ്ങനെയല്ല എന്നാണ്. കാരണം നേരത്തെ തന്നെ ബി ജെ പിക്ക് എപ്പോഴും താല്പര്യമുള്ള ഒരു നേതാവാണ് ശശി തരൂർ. ഓഫറുകളും പോയിട്ടുള്ളതാണ്. ഈ വൈ ഐ ആം എ ഹിന്ദു എന്ന് അദ്ദേഹം എഴുതിയതുമാണ്. അത് മാത്രമല്ല ഈ ബി ജെ പിയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല അദ്ദേഹത്തിൻ്റെത്, അല്ലേ? അല്ല, തീർച്ചയായും. മഞ്ജുഷ്, ഒരു ഒറ്റ ചോദ്യമുണ്ട് ശ്രീ ഷാബു പ്രസാദ്. ചോദിച്ചോളൂ. ഇന്നലെ അദ്ദേഹത്തെ ഇപ്പം ശശി തരൂരിനെ ശ്രീ ഷാബു പ്രസാദ് ഇവിടെ പ്രകീർത്തിക്കുന്നത് കേട്ടു. ഞാനത് കേട്ടു. അദ്ദേഹം ഞാനതിൽ ഇടപെട്ട് സംസാരിക്കേണ്ടെന്ന് കരുതുന്നു. എന്നാലും അത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. 2018 തോന്നുന്നു ഏതോ ഒരാളുടെ ഒരു പരാമർശം, അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ശിവലിംഗത്തിലിരിക്കുന്ന തേളാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ച ശശി തരൂർ ഉണ്ട് എന്ന് ഷാബു പ്രസാദിനോട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതിന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടനുസരിച്ചും ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നടത്തിയെന്നൊക്കെ വരും. ഇപ്പൊ സ്മൃതി ഇറാനി ശശി തരൂരിനെയും നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. അല്ല, ഞാനെന്തിനു ശ്രമിക്കണം? ശശി തരൂര് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇതേപോലെയുള്ള ഹൈ പ്രൊഫൈൽ ആയിക്കോട്ടെ, ശശി തരൂരിനെ പോലെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണൽ, ഞാൻ പ്രകൃതിക്കോ അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അത് ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണലാണ്. അങ്ങനെയുള്ള പ്രൊഫഷണലുകൾക്ക് ഈ സർക്കാർ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, അവരെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ടാകുമല്ലോ എന്നാണ്. പക്ഷേ ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ ഒരു ലക്ഷ്യം ശശി തരൂരിനുണ്ടായിട്ട് ഇങ്ങനെ അലയുന്നത്. ശരി, അത് മാത്രമല്ല തരൂർ ഇപ്പോൾ രണ്ട് പേരെയാണ് അഭിനന്ദിച്ചത്. ഒന്ന് സംസ്ഥാന സർക്കാരിനെ, രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. ആ രണ്ട് ലാവണങ്ങളും തരൂരിന്റെ മനസ്സിലുണ്ടാകുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അല്ലേ? തരൂറിന്റെ മനസ്സിനെ ഇപ്പോൾ ഈ നിമിഷം യഥാർത്ഥത്തിൽ നമ്മൾ കതിരും പതിരും തെളിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിലും കഴിഞ്ഞൊരു 48 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 100 മണിക്കൂർ സമയത്തെ തരൂറിൻ്റെ പ്രസ്താവനകളും എഴുത്തുകളും എല്ലാം ഒരുമിച്ച് വെച്ച് ഒരു ചിത്രം തയ്യാറാക്കുകയാണെങ്കിൽ, ഒരു ലാർജർ ക്യാൻവാസ് തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായും തരൂറിൻ്റെ മനസ്സിൽ ഒരു വിലപേശൽ ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയെ കാണാവുന്നതാണ്. ആരുമായാണ് വിലപേശുന്നത് എന്നതിൽ മാത്രമാണ് ഒരു തർക്കം. ഇവിടെ നോക്കൂ, തരൂറിന് മുമ്പിലുള്ള ഓപ്ഷൻസ്, ഒരു ശരാശരി പൊളിറ്റീഷ്യൻ അല്ല തരൂറെന്ന് ഈ പാനലിലുള്ള എല്ലാവരും സമ്മതിക്കും. തറോ ബ്രെഡ് പ്രൊഫഷണലാണ്, അതേസമയം തറോ ബ്രെഡ് പൊളിറ്റീഷ്യൻ അല്ല എന്നതും ഈ പാനലിൽ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് അതീതനായി, ഒരു പാർട്ടിക്കല്ല എല്ലാ പാർട്ടിക്കും അതീതനായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ത്യയിലെ പൊതുസാമാന്യം വിശ്വസിക്കുന്ന തലത്തിലേക്ക് ഉയരണം എന്ന ആഗ്രഹം തരൂരിനുണ്ടാകും.
കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അത് എൻഡോഴ്സ് ചെയ്തൊന്നുമില്ല, അത് വേറെ കാര്യം. അത് ഒരു ഭാഗികമായി മാത്രമേ, സങ്കുചിതമായി മാത്രമേ ഒരു പാർട്ടി ലൈൻ എന്നത് മാത്രമേ കോൺഗ്രസിന് ചിന്തിക്കാനാവൂ. അത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ ചിന്തിക്കാനാവൂ. പക്ഷെ തരൂരിൻ്റെ മനസ്സിലെ ഡിസൈൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും താഴത്തെ ലെവലിലുള്ള പൊസിഷനാണ് ലഭിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റി അംഗത്വമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, MP സ്ഥാനം. ഒരു വിശ്വപൗരൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ കോൺഗ്രസ് നിൽക്കുമ്പോൾ ഇപ്പോൾ എന്ത് കിട്ടാനാണ്? അല്ല, അത് അവിടെയാണ് ഓപ്ഷൻസ്. അവിടെയാണ് ഓപ്ഷൻ. തരൂർ എന്ന ആളിന്റെ വലിപ്പം, അത് ഇന്ത്യയിൽ ഹി നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. ഇന്ത്യക്ക് ഉള്ളിൽ മാത്രമല്ല, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലും തരൂർ ഇസ് എ പേഴ്സൺ ഹൂ നീഡ്സ് ആബ്സല്യൂട്ട്ലി നോ ഇൻട്രൊഡക്ഷൻ വാട്ട്സോഎവർ. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ മഞ്ജുഷ്, ഇന്ത്യയെ ഷോക്കേസ് ചെയ്യാൻ തരൂറിനേക്കാൾ മെച്ചപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യാൻ ഇന്ന് നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മികച്ചയാൾ തരൂർ തന്നെയല്ലേ? അത് പാർട്ടിയൊന്നും അല്ല വിഷയം, കോൺഗ്രസ് പാർട്ടിയെന്നോ BJP എന്നോ ഇടതുപക്ഷമെന്നോ അല്ല വിഷയം, ഇത് തരൂറിനും അറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ നേരത്തെ മഞ്ജുഷ് ഉന്നയിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. തരൂർ പറയുന്നു വൈ ഐ ആം എ ഹിന്ദു. അദ്ദേഹം പുസ്തകം എഴുതി. അതിൽ BJP പറയുന്ന ഹിന്ദുത്വത്തിന്റെ ലൈനിലല്ല തരൂർ സ്വയം ഇന്ത്യയെ പ്രതിഷ്ഠിക്കുന്നത്. താൻ ഏത് രീതിയിൽ ഹിന്ദുവാണ് എന്നതിന് വേറിട്ടൊരു ലൈനുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയെ പ്ലേസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധി ഒരു കൾച്ചറൽ ഓൾട്ടർനേറ്റീവാണ്. സാംസ്കാരിക ദേശീയതയുടെ ഒരു പൊളിറ്റിക്കൽ സൈഡാണ് ഹിന്ദുത്വ. സാംസ്കാരിക ദേശീയതയ്ക്ക് നോൺ പൊളിറ്റിക്കൽ സൈഡുണ്ട്, ഒരു ഗ്ലോബൽ സൈഡുണ്ട്, ഒരു സിവിലൈസേഷൻ സൈഡുണ്ട്. അത് പറയാൻ നല്ല ഒരാൾ തരൂറാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം, തരൂറിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആകാൻ പറ്റാതെ പോയ ആൾ ഒരു നാൾ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കണ്ണിറഞ്ഞു കൂടായികയില്ല. ഇതിപ്പോൾ ഒരു ഫാന്റസി തിയറിയായിട്ട് തോന്നാം. തരൂർ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിന് സാധിക്കണമെങ്കിൽ ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ ഇനി നമുക്കൊരു ഫോർസിയബിൾ ഫ്യൂച്ചർ ഉണ്ടല്ലോ, അടുത്ത 4-4.5 വർഷം. ആ 4.5 വർഷത്തേക്ക് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സംവിധാനമല്ലല്ലോ. അങ്ങനെയെങ്കിൽ നൗ തരൂർ ഹാസ് നത്തിങ് ടു പ്രൂവ് ആസ് എ പാർലമെന്റേറിയൻ. ഇനി കാര്യമായ ഒന്നും തന്നെ പാർലമെന്റിൽ അവസരം കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. രാഹുൽ ഗാന്ധി ഗെറ്റ്സ് ബൾക്ക് ഓഫ് ദ ടൈം. ഇനി പ്രിയങ്ക ഗാന്ധിക്കും അക്കോമഡേറ്റ് ചെയ്യപ്പെടണം. പ്രിയങ്ക ഗാന്ധിക്കും നല്ലൊരു ഡിബേറ്റിംഗ് സ്പേസ് ലോക്സഭയിലുണ്ട്. അപ്പോൾ ലോക്സഭയിൽ നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ, ഭരണകക്ഷിക്കെതിരെ, ഗവൺമെന്റിനെതിരെ ശക്തമായി സംസാരിക്കേണ്ടി വരുമ്പോൾ മുൻകാലങ്ങളിൽ തരൂർ സംസാരിച്ച പോലെ കഴിഞ്ഞ 3 ലോക്സഭയിലും ലഭിച്ച അത്രയും പൊളിറ്റിക്കൽ സ്പേസ്, ഡിബേറ്റിംഗ് സ്പേസ് തരൂറിന് കിട്ടാൻ സാധ്യതയില്ല എന്നറിയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിസിബിലിറ്റി പാർലമെന്റിനുള്ളിൽ ഒരു ചിന്തകൻ, ധിഷണാശാലി എന്ന രീതിയിൽ വിസിബിലിറ്റി കിട്ടില്ല എന്നറിയാം. അപ്പോൾ MP സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അവസാനം ലഭിച്ച തിരുവനന്തപുരത്ത് MP സ്ഥാനം, അങ്ങനെ 20 വർഷത്തെ MP, ഇപ്പോൾ 16 വർഷമായി, ഇനി ഒരു 4 വർഷം കൊണ്ട് 20 വർഷത്തെ MP സ്ഥാനം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണോ തൻ്റെ ജീവിതം? അങ്ങനെയെങ്കിൽ 2-3-4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം കിട്ടാക്കനിയാണ്, ലഭിക്കില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒരു കാരണവശാലും കേരളത്തിനുള്ളിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാര് തരൂരിനെ അംഗീകരിക്കില്ല എന്നറിയാം. അത് അംഗീകാരം വേണ്ട എന്ന് തരൂരിനറിയാം. ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം പരിമിതമായ ഒരു സ്ഥാനമാണ്. ഒരു പക്ഷേ ഗവർണർ സ്ഥാനം, അല്ല എങ്കിൽ ഇപ്പോൾ രാജ്യസഭയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഒരാളെ കൊണ്ടുവരുന്നുവെങ്കിൽ പുഷ്പം പോലെ കൊണ്ടുവരാം. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഏൽപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ജയശങ്കർ ഡൂയിങ് എ ഗുഡ് വർക്ക് എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം തിരുത്തി കഴിഞ്ഞാൽ പക്ഷേ താങ്കൾ ഈ പറയുന്ന തിയറിക്ക് അർത്ഥമില്ലാതെയാകും. വൈസ് പ്രസിഡന്റ് അല്ല, തിരുത്തണമെങ്കിൽ അത് ഇനി 24, എനിക്ക് തോന്നുന്നു അടുത്ത 24 മണിക്കൂർ വളരെ നിർണായകമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തിരുത്താനാണെങ്കിൽ, മയപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായും തരൂർ വിൽ അപ്പിയർ. ഇന്ന് പത്രലേഖകരുടെ മുമ്പിൽ അദ്ദേഹം മനഃപൂർവ്വമായി മൗനം പാലിച്ചു. പിൻവാതിലിൽ കൂടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇന്ന് രാത്രി ചിന്തിക്കാനുള്ള സമയമാണ്. നാളെ അദ്ദേഹം ഒരു പ്രതികരണവുമായിട്ടെത്തും. ആ പ്രതികരണം കോൺഗ്രസിന്റെ ലൈൻ അനുസരിച്ചാണ് എങ്കിൽ അദ്ദേഹത്തെ ചട്ടം പഠിപ്പിച്ചു എന്ന് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ആശ്വസിക്കാം. ഇനി അങ്ങനെയല്ല എങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു മൂഡിലാണെങ്കിൽ ഈ ഡിബേറ്റ് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല, മൂന്നാമതൊരു ഓപ്ഷനാണ് മൗനം. ഈ ചില സമയത്ത് ഒന്നും പറയാതിരിക്കുക, പ്രതികരണം ഇല്ലാതിരിക്കുക എന്നതുപോലും ഒരു പ്രതികരണമാണ്. ഹി ക്യാൻ കീപ് പീപ്പിൾ ഗെസ്സിങ് അബൌട്ട് ഹിസ് ഓപ്ഷൻസ്. അങ്ങനെയുമാകാം. അങ്ങനെയാണെങ്കിലും ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തിയിട്ട് പോലും വഴങ്ങാൻ തയ്യാറായില്ല എന്ന ഇമേജ് അപ്പോഴും വരും.
അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ തരൂരിന് കഴിയും. അതൊരു വിലപേശൽ തന്ത്രമാണ്, സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതെ പോകുന്ന ഒരു വിലപേശൽ. കാരണം അത് തരൂരിൻ്റെ വലിപ്പം തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന എല്ലാ ശബ്ദങ്ങളും ഇനിയിപ്പോൾ കോൺഗ്രസിന് നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് വാണ്ട്സ് ടു പ്ലേ ഡൗൺ, സോഫ്റ്റ് പെഡൽ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കൂടുതൽ നേതാക്കൾ പ്രതികരിച്ചാൽ ഈ ലേഖനം കൂടുതൽ ചർച്ചയാവുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ടും ഇടത് സർക്കാരിന് നേട്ടമാവുകയും ചെയ്യും. ഇടത് നേതാക്കളും അതനുസരിച്ച് പ്രതികരിക്കും, മന്ത്രിമാർ പ്രതികരിക്കും, മുഖ്യമന്ത്രിയും വീണ്ടും പ്രതികരിക്കും. അങ്ങനെ അത് ഇടത് സർക്കാരിന് വലിയൊരു നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല പ്രതിപക്ഷ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് മഞ്ജുഷ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ആർട്ടിക്കിള് കമ്പോന്ന് വായിച്ചു നോക്കണം. ഞാനൊരു 3 ആവർത്തിയെങ്കിലും വായിച്ചു. അത് ഇടതുപക്ഷം കരുതുന്നത് പോലെ അത്ര ഇടതുപക്ഷ അനുകൂല ഒരു ആർട്ടിക്കിളൊന്നും അല്ലത്. അതിൻ്റെ ആദ്യ ഭാഗത്തെ ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ ഇവിടെ ഉണ്ട്, സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സംസ്കാരം ഇവിടെ വന്നു, അത് ലോകോത്തരമായ സ്റ്റാർട്ടപ്പ് നിലവാരത്തിലായി എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തെ ഒന്ന് വെള്ളപൂശിയതിന് ശേഷം പറയുന്നു, ലുക്ക്, ക്യാപിറ്റലിസം ഈസ് ദ ഓൺലി വേ ഔട്ട്. താൻ റെപ്രസെൻ്റ് ചെയ്യുന്ന, അതുപക്ഷെ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റാണ് ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. അതിനനുരൂപമായ രീതിയിൽ കമ്പോളവൽകൃത ക്രമത്തിലേക്ക് നിങ്ങൾ ഇടതുപക്ഷക്കാർ വന്നു എന്നത് ശുഭോദർക്കമായ കാര്യമാണ്. പക്ഷെ നിങ്ങൾ പ്രതിപക്ഷത്ത് പോകുമ്പോൾ പിന്നെയും പഴയ പണിയുമായിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. ഇത് ഒരു തല്ലും തലോടലുമാണ്. ഇത് മനസ്സിലാക്കാൻ ഇടതുപക്ഷം വൈകി. അതുകൊണ്ട് ഇടതുപക്ഷ അനുകൂലമായി, പൂർണ്ണമായി ഇടതുപക്ഷ പബ്ലിസിറ്റി ഉണ്ടായിക്കൊടുത്തത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ്. ശ്രീ സേനാപതി വേണു, ഇത് അധികം ആളുകൾ അറിയുക പോലും ചെയ്യില്ലായിരുന്നു ഈ ലേഖനത്തെക്കുറിച്ച്. പക്ഷെ അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ, അത് തരൂർ എന്ത് ചെയ്താലും അത് തങ്ങൾക്കെതിരാണ് എന്ന് ധരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടല്ലോ, അവർ തന്നെയാണ് ഇത് വിവാദമാക്കിയതും. അല്ല, ഒട്ടും അങ്ങനെയല്ല. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ലേഖനത്തിൽ ഈ വർത്തമാന കാലത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കോവിഡാനന്തര കേരളത്തിൽ ഈ 2,90,000 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ മഞ്ജുഷ, നമ്മൾ തിരുവനന്തപുരം മുതൽ ഈ ഇടവഴികളിൽ കൂടെയും അല്ലെങ്കിൽ പ്രധാന പട്ടണങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഓരോ ടൗണുകളിലും നമുക്ക് കാണാം ഡസൻ കണക്കിന് സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. മുമ്പുണ്ടായിരുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ സ്റ്റാർട്ടപ്പുകൾ 2,90,000 തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അതൊരു പ്രചരണത്തിന് വേണ്ടി നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞ ഞാനും ഈ ലേഖനം 2-3 പ്രാവശ്യം വായിച്ചു. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ, 1991 PV നരസിംഹറാവു പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്ത് വന്ന ലിബറലൈസേഷൻ, ആ ഉദാരവൽക്കരണമാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുണ്ടാക്കിയ കുതിച്ചുചാട്ടം എന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ലേഖനത്തിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് തന്നെ ആരംഭിക്കുന്നത്. അപ്പോ ഇത് പക്ഷെ അതിലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമേരിക്കയിലും സിംഗപ്പൂരിലും വ്യവസായം തുടങ്ങാൻ 114 ദിവസവും ഇന്ത്യയിൽ അത് 254 ദിവസവും, കേരളത്തിൽ വരുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഇവിടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളത് ഒരു ലേഖനത്തിലൂടെ ശശി തരൂരിനെ പോലെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരാൾ, പിന്നെ ഇപ്പൊ ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യത്തിനുള്ള കടുത്ത വിയോജിപ്പും, അതുപോലെ തന്നെ മഞ്ജുഷ് പറഞ്ഞതിലുള്ള ഒരു വസ്തുതാപരമായ പിശകും. കാരണം 3 കൊല്ലത്തിന് ശേഷമാണ് ഇവർ കണ്ടുമുട്ടുന്നതെന്ന്. ഇവര് പാർലമെന്റിൽ ഒന്നിച്ചുണ്ടായിരുന്നവർ, കഴിഞ്ഞ പാർലമെന്റിലുമുണ്ട്, ഈ പാർലമെന്റിലുമുണ്ട്. പിന്നെ ഈ പാർലമെന്റിൽ എന്തുകൊണ്ട് ഒരു ചർച്ച എന്നാണ് ഉദ്ദേശിച്ചത്, അതല്ലാതെ തമ്മിൽ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് ചർച്ച അത് ആദ്യമായിട്ടാണ് 2022 ഇവരൊക്കെ തമ്മിൽ നിരന്തരമായ ചർച്ചകളും ആശയവിനിമയങ്ങളും ഒക്കെ നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടായി ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റിൽ ഞങ്ങൾക്ക് 44 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ഈ CAA ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പാർലമെന്റിലെ ചർച്ചകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതെല്ലാം അന്ന് ശശി തരൂരായിരുന്നു. പക്ഷെ ഇപ്പൊ പാർലമെന്റിൽ കോൺഗ്രസിന് 101 + 1 102 അംഗങ്ങളുണ്ട്. അപ്പോ പഴയതുപോലെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ശശി തരൂരിനുണ്ട്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം
ഗൗരവമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. പാർലമെന്റ് ആരംഭിച്ചിട്ട് ഇപ്പൊ വിരലിലെണ്ണാവുന്ന മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഈ ഗവൺമെന്റുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ പാർലമെന്റിലെ ചർച്ചകളിൽ വരുമ്പോ അതിൽ മുന്നിൽ നിൽക്കേണ്ട ഒരാള്, മുന്നണി പോരാളിയായിട്ട് നിൽക്കേണ്ട ഒരാള് ശശി തരൂരാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഇത്ര ഭംഗിയായി ആശയങ്ങൾ അത് അവതരിപ്പിക്കാനും അത് പാർലമെന്റിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാനും കഴിയുന്ന ഒരു വളരെ പ്രഗത്ഭവതിയായ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാരണവശാലും അവസരങ്ങൾ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുകയോ ഒന്നും ചെയ്യുകയില്ല. പിന്നെ ഇന്ത്യയുടെ വിദേശ നയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ, മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ച വരുമ്പോൾ പാർലമെന്റിൽ ശശി തരൂരിനെ ഏത് രീതിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തും ശ്രീ സേനാപതി വേണു? അതിലും വലിയ ഡാമേജ് അല്ലേ അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. മോദി പ്രശംസയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് ശശി തരൂരിനെ തന്നെ ബോധ്യപ്പെട്ടല്ലോ. കാരണം അദ്ദേഹം പറഞ്ഞെന്താ, അടച്ചിട്ട മുറിയിൽ ട്രംപും മോദിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന എന്താ പറഞ്ഞേ, അവിടെ നിന്ന് ഈ തടവുകാരായി പിടിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അനധികൃതമായി താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ആ കാര്യത്തെക്കുറിച്ചൊക്കെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, ഇനി ആവർത്തിക്കില്ല എന്ന് ശശി തരൂർ പറഞ്ഞ് അദ്ദേഹം വായ പൂട്ടുന്നതിന് മുമ്പ് തന്നെ മൂന്നാമത്തെ വിമാനം വരികയും വന്നതിന്റെ കാഴ്ചയും ചിത്രവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ അദ്ദേഹത്തിന് ആ കാര്യത്തെക്കുറിച്ച്, പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന്റെ അകത്ത് അത് രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെ പൊളിറ്റിക്സിന് അതീതമായി രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തമ്മിൽ നടത്തുന്ന ചർച്ചകൾ, അതിനെ നമുക്കൊന്ന് പോസിറ്റീവായിട്ട് കണ്ടുകൂടെ എന്നുള്ള ആ കാര്യത്തിനൊന്നും തർക്കമില്ല. പക്ഷെ നമ്മുടെ വിയോജിപ്പ് എവിടെയാണ്? ഇവിടെ അറബ് രാജ്യങ്ങളിലൊക്കെ എത്രയോ അനധികൃതമായ കുടിയേറ്റക്കാരെ അവരെ അവിടെ നിന്ന് തിരിച്ചുവിടുന്നത് നമ്മൾ ഇവിടുന്ന് വിമാനം പോയി, ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാമല്ലോ ഗൾഫ് യുദ്ധം നടന്ന കാലത്ത് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതല്ലേ. ഇന്ത്യയിൽ നിന്ന് പോയ വിമാനങ്ങൾ, സൈനിക വിമാനവും യാത്രാ വിമാനങ്ങളും ഒക്കെയാണ്. എന്തുകൊണ്ട് മോദിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൂടാ? നിങ്ങൾ അവരെ അവിടെ ഒന്ന് നിർത്തിവെച്ചാൽ മതി, ഞങ്ങളുടെ വിമാനം ഒന്ന് ലാൻഡ് ചെയ്യാനുള്ള അനുമതി നൽകിയാൽ മതി, ഞങ്ങൾ അവരെ മാന്യമായിട്ട് കൊണ്ടുവന്നോളാം. ഇത് ഗാണ്ടനാമ തടവുകാരെ കൊണ്ടുപോകുന്ന ആ ലാഘവത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്ന മുഴുവൻ ഭീകരന്മാരാണ്. ശരി, അതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ എന്നാലും പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തുന്ന പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാമല്ലോ. അവിടെയും ഇവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഒരു വിള്ളൽ ഉണ്ടാകുമെങ്കിലും ഇന്ത്യ സഖ്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗം തന്നെയാണ് ഇത്തരത്തിൽ മോദി സ്തുതി നടത്തുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലല്ലോ. ശ്രീ വിനോദ് മാത്യു വിൽസൺ, അത് ആം ആദ്മി പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? മ്യൂട്ടാണ് വിനോദ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ശശി തരൂരിന്റെ നിലപാടുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല. ഗാന്ധി ജയന്തിക്ക് അവധി വേണ്ടെന്ന് പറഞ്ഞ തരൂരുണ്ട്. അപ്പൊ തരൂർ ഓരോ വിഷയം സംസാരിക്കുന്നത് തരൂരിന്റെ വിഷയിൽ നിന്നുകൊണ്ട്, തരൂരിന്റെ അത് എന്റെ പാർട്ടി എങ്ങനെ അതിനെ എടുക്കുന്നു, അല്ലെ പാർട്ടിക്കാർക്ക് വിഷമോ തരൂർ ചിന്തിക്കാറുണ്ട്. അതിന്റെ അഭിപ്രായം ഇവിടെ പലരും മോഹൻ സാർ അടക്കം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വഴി വെട്ടി വന്നതാണ്, അതാണ് അദ്ദേഹത്തെ നയിക്കുന്ന ചിന്ത. പിന്നെ മറ്റൊരു കാര്യം മഞ്ജുഷ, എനിക്ക് തോന്നുന്നു എന്റെ അവസാന സമയമായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന്, ശ്രീ സേനാപതി വേലുചേട്ടൻ ഇവിടെ പറഞ്ഞൊരു കാര്യം, തരൂരിന്റെ ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം നരസിംഹറാവുവിനെ പറ്റി എഴുതിയാണ്. അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന, എന്റെ പൊളിറ്റിക്കലായ എഡ്യൂക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്ന, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാൾ ശ്രീ വി നരസിംഹറാവു തന്നെയാണ്. കാരണം 90-ൽ ഇന്ത്യയുടെ സാമ്പത്തിക നയം എന്തായിരുന്നുവെന്നും എവിടെയോ കിടന്ന ഒരു മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു റിസർവ് ബാങ്ക് ഗവർണറെ പിടിച്ചുകൊണ്ട് ധനകാര്യമന്ത്രിയാക്കിയതിനു ശേഷമാണ് ഇന്ത്യയുടെ ഗതിവേഗം, സാമ്പത്തിക രംഗങ്ങളിലുള്ള ചേഞ്ച് ഉണ്ടായെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ നരസിംഹറാവുവിനെ കോൺഗ്രസ് എത്ര വിധം വേണ്ട വിധം ആദരിച്ചിട്ടുണ്ടോ, ആക്ഷേപിച്ചാണ് പുറത്താക്കിയതെന്ന് നമുക്കറിയാം. വേണ്ട വിധത്തിലുള്ള ഒരു ട്രിബ്യൂണൽ പോലും അദ്ദേഹത്തിന്റെ ശവസംസ്കാര വേളയിൽ കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ളത് ആക്ഷേപമാണ്. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയും, നമ്മൾ ചർച്ച ചെയ്തില്ല ഇതുവരെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വം കൂടിയുണ്ട്. കാരണം ശശി തരൂർ പറഞ്ഞ വിഷയമാണ് ഇപ്പൊ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്, കേരളം വികസന മാതൃകയായിരിക്കുന്നു, കേരളത്തിന്റെ വികസനം കുതിപ്പേകിയിരിക്കുന്നു, ഞങ്ങളാണ് ഇവിടെ മൊത്തം സംരംഭക സംവിധാനം കൊണ്ടുവന്നൊക്കെ ഇടതുപക്ഷം പറയുമ്പോൾ ചില കണക്കുകൾ സൂചിപ്പിക്കാറുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ബിസിനസ് ഫ്രെയിം ആക്ഷൻ പ്ലാൻ 2018-19 റിപ്പോർട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചാണ്. അതില് അന്ന് ഈ പറയുന്ന റാങ്കിങ്, അതായത് ഈസി ഓഫ് ഡൂയിങ് എന്നാ പറയുന്നത്, അതായത് ഒരു ബിസിനസ് നടത്താനുള്ള വേഗത എന്നതാണല്ലോ ഇവരുടെ റാങ്കിങ്ങിനെ പറ്റി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അന്ന് കേരളത്തിന്റെ റാങ്ക് 28ആയിരുന്നു. അത് ഞാൻ ഈ പറയുന്ന റിപ്പോർട്ട് വന്ന 2020-ലാണ്. ഇപ്പം നമുക്കറിയാം 5 വർഷമേ ആവുന്നുള്ളൂ. അപ്പൊ അന്ന് ഈ പറയുന്ന റിപ്പോർട്ട് 28ആയിരുന്നു. ആ 28 എന്ന് പറയുന്നത് ശരിയല്ല. അതായത് ഞങ്ങൾ ഈ പറയുന്ന മാനദണ്ഡത്തിൽ 186 മാനദണ്ഡങ്ങൾ 157 ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിപ്പോർട്ട് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കത്തെഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല 2016 നമുക്ക് നമ്മൾ ഈ ബിസിനസിന്റെ ഒക്കെ വികസനം പറയുമ്പോൾ ഇതൊരു തുടർച്ചയല്ലേ? അല്ല CPM-ന്റെ പിണറായി വിജയൻ കഴിഞ്ഞ ടൈമിൽ ഭരിച്ചതുകൊണ്ട് കേരളത്തിന് വികസനം ഉണ്ടായതല്ലല്ലോ. അതാണ് ഞാൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയാൻ ആഗ്രഹിച്ചത്. അതായത്
നമുക്ക് 2016 ശേഷം ഈ ചെറുകിട സംരംഭം, നമുക്കറിയാം MSCM എന്ന് പറയുന്നതിനകത്ത് മുൻകൂർ അനുമതി വേണ്ട എന്ന് പറയുന്ന ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ആ അമെന്റ്മെന്റിന് ശേഷമാണ് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന 52,137 ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയത്. ഇതൊക്കെ 2016 കാലഘട്ടങ്ങളിലാണ്. ഇപ്പൊ തരൂര് പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച ആ വേഗതയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. തരൂർ എഴുതി വെച്ച ആർട്ടിക്കിളിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പിന്നെ ഇപ്പം പി രാജീവ് ഒക്കെ പറയുന്നുണ്ട് തരൂരിന്റെ ആർട്ടിക്കിൾ വായിക്കണം, തരൂരിന്റെ ആർട്ടിക്കിൾ വായിച്ച് വികസനത്തെ പറ്റി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇത് പല്ലിനിടയിൽ കുത്തുക കൂടിയാണ്. സ്വന്തം പല്ലിനിടയിൽ കുത്തി മണപ്പിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ സമരങ്ങളും അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ കൊടിപിടിക്കലും അല്ലെങ്കിൽ അടിച്ചമർത്തലുകളും വിപ്ലവമൊന്നും അല്ല, മറിച്ച് ക്യാപിറ്റലിസം, മുതലാളിത്തത്തിലേക്ക് നമ്മൾ പോകണം, അതാണ് രാജ്യത്തിന്റെ വികസനം എന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നതിനെ പറ്റി റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ബംഗാളിലും കേരളത്തിലുമൊക്കെ ഒരു കാലത്ത് മുതലാളിത്തത്തെ മുഴുവൻ തെറ്റാണെന്ന് പറയുകയും വികസനം അമേരിക്കൻ വികസനം അറബിക്കടലിന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുകയും കമ്പ്യൂട്ടറിനെ സമരം ചെയ്യുക ചെയ്തതിനു ശേഷം ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് തൊഴിലാളിത്തത്തെ മുൻകൂർ അതിന്റെ വേഗം നിർണ്ണയിക്കുമെന്നും അത് സോഷ്യലിസം വളർത്തുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പറഞ്ഞിരിക്കുകയാണ് എന്താണ് എന്ന് പറയുന്നത് മുതലാളിയുടെ ആളാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാപ്പരത്വത്തെ കൂടെ തുറന്നു കാണിക്കാൻ പിന്നെ അതാണ് തരൂര് പറഞ്ഞ ലേഖനം വായിച്ചു നോക്കാൻ, സേനാപതി വേണു ലേഖനം വായിച്ചു നോക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് തരൂര്. അല്ല മഞ്ജുഷ ലേഖനം ആവർത്തിച്ചു വായിക്കുമ്പോ ഇതിനകത്ത് വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യം, അത് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും കേരളത്തിൽ ഇപ്പോൾ ഇവർ പറയുന്ന ഈ വ്യവസായ അന്തരീക്ഷത്തെ കുറിച്ചുമാണ്. ആ സാഹചര്യം കേരളത്തിൽ ഇല്ലെന്നേ, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ കേരളം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ട്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കല്ലേ. മുഖ്യമന്ത്രിയുടെ മകള് പോലും ഇവിടെ ഒരു സംരംഭം തുടങ്ങാതെ അത് കർണാടകത്തിൽ പോയി ബാംഗ്ലൂരിൽ പോയി തുടങ്ങിയിരിക്കല്ലേ. അതിനുശേഷം നിങ്ങൾ നാട്ടിലുള്ളവരെല്ലാം സംരംഭങ്ങൾ തുടങ്ങിക്കോ. സംരംഭം തുടങ്ങുന്നവൻ ലൈസൻസ് കിട്ടാനായിട്ട് അവൻ പഞ്ചായത്തിന്റെ മുമ്പിൽ വെയിലത്ത് എന്താ പറഞ്ഞ സത്യാഗ്രഹം കിടക്കേണ്ട അല്ലെങ്കിൽ റോഡിൽ കിടക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുന്ന കേരളത്തിൽ ഈ ഒരു കാര്യത്തിൽ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അത് അവാസ്തവം എന്ന് മാത്രമല്ല അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. ആ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ സാഹചര്യം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇവിടെ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ മുഴുവൻ പോകുമ്പോൾ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കും അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള പ്രവർത്തകർക്കും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഈ എന്താ പറഞ്ഞ നാടിന്റെ മുഖ്യധാരയുടെ ഭാഗമാകാൻ, ഭരണത്തിന്റെ ഭാഗമാകാനും അവർക്കുള്ള ഒരു അവസരം വരുമ്പോൾ ആ അവസരത്തിൽ ശരിയാണ്, പ്രായോഗിക രാഷ്ട്രീയം കൂടിയാണ്. പ്രായോഗിക രാഷ്ട്രീയം അറിയില്ല, പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല. ശ്രീ ഷാബു പ്രസാദ് ഇദ്ദേഹം ഒരു വിശ്വപൗരനാണ് എന്നൊക്കെ നടിക്കുമ്പോഴും അതൊരു എക്സ്ക്യൂസ്. മറ്റു കാര്യങ്ങൾ അത് സ്ഥിരം പൊളിറ്റീഷ്യൻ അല്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവാമെന്ന് പറയുമ്പോൾ ഈ സാധാരണ പ്രവർത്തകരോട് ചെയ്യുന്ന ഒരു കൊടും ചതി കൂടിയാണിത്. പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. സാധാരണ പ്രവർത്തകർക്ക് ജനപ്രതിനിധികളാകാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രവൃത്തി കൂടിയായിപ്പോയി ശശി തരൂരിൻ്റെതെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ വാദം. അത് ശരിയുമാണല്ലോ. അല്ല, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് എത്രയോ കാലമായി ശശി തരൂരുമായിട്ട് അവര് അങ്ങനെ വലിയ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ആ വേവ് ലെങ്ത് മാച്ച് ചെയ്യുന്നില്ലെന്നേ. ശശി തരൂരിന്റെ വേവ് ലെങ്തും ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വേവ് ലെങ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും മാച്ച് ചെയ്യാത്ത രീതിയിൽ കിടക്കുകയാണത്. ആ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പൊ ശശി തരൂർ പറയുന്ന ഭാഷ, ശശി തരൂരിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഫാർസൈറ്റഡ്നെസ്, ആ വീക്ഷണം, ഇതൊന്നും ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവില്ല. അത് ഈ ഒരു താൻ പറയുന്ന ഒന്നും താൻ ഇവിടെ ടോട്ടലി ഇപ്പോൾ കോൺഗ്രസിന്റെ അകത്ത് ടോട്ടലി അൺഫിറ്റ് ആണ് എന്ന ഒരു തോന്നലും ആ ഒരു ഫ്രസ്ട്രേഷനും എല്ലാം ശശി തരൂരിനുണ്ട്. അതാണ് പല രൂപത്തിൽ ഇങ്ങനെ ഈ പുറത്തു വരുന്നത്. അതാണ് ഇങ്ങനെ പല സിഗ്നലുകളായിട്ട് പുറത്തു വരുന്നത്. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഈ 2009 ശശി തരൂര് അവിടുന്ന് റിട്ടയർ ചെയ്ത് വന്ന സമയത്ത് ഇവിടെ ഒരു പക്ഷേ നരേന്ദ്രമോദി ഈ 2014 സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ശശി തരൂർ ഇങ്ങനെ വരുന്നത് ഇവിടെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയം ഒരു 2014 ശേഷമായിരുന്നുവെങ്കിൽ ഒരു സംശയവുമില്ല അദ്ദേഹം എത്തുന്നത് BJP ഫോളിൽ തന്നെയായിരിക്കും. കാര്യം അവിടെ ആൾക്കാർ പ്രൊഫഷണൽസ് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ പോലെയും ആ ലെവലിലുള്ളവരിങ്ങനെ അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഈ താൻ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ ഈ പാർട്ടിക്കകത്ത് ഒരു ഗതികിട്ടാപ്രേതം പോലെ ഇങ്ങനെ അലയുകയാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണൽ.
ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച്, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കാര്യം കോൺഗ്രസ്സുകാർക്ക് അറിയില്ല, അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇത് രണ്ടും രണ്ട് ലെവലിൽ നിൽക്കുന്ന ഒന്ന് ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇവിടെ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. അങ്ങനെ സീസൺഡ് പൊളിറ്റീഷ്യൻസ് അല്ലാത്ത പ്രൊഫഷണൽസിനെ എന്നാൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഇവർക്കൊട്ട് അറിയുകയില്ല. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങളെ മുൻനിർത്തി തന്നെയായിരിക്കാം അദ്ദേഹം പ്രവർത്തിക്കുന്നതും. ഈ പറഞ്ഞതുപോലെ ഇപ്പം കാര്യം BJPക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. അതേപോലെ രാംനാഥ് കോവിന്ദ് ആ രീതിയിലുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. അങ്ങനെ ഒരു ഇപ്പം ദ്രൗപദി മുർമു അങ്ങനെ അവര് മന്ത്രിയും MLA ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ആ ലെവലിലുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല അവര്. ഇങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടെ BJPക്കും NDAക്കും RSSനും ഒക്കെ ഉണ്ട്. അപ്പോൾ തനിക്ക് ആ ലെവലിൽ അവിടെ ഒരു സാധ്യത ഉണ്ടാകില്ലേ, അവിടെ തനിക്ക് ശോഭിക്കാൻ കഴിയില്ലേ എന്ന് ശശി തരൂർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. അല്ലാതെ ഈ പാർട്ടിക്കകത്ത് ഇനി നിന്നിട്ട് എന്ത് കാര്യമെന്ന് മുമ്പിൽ ഇരുട്ട് മാത്രമാണുള്ളത്. ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അകത്തെ നാളെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡാർക്കാണ്. അപ്പം ചിലപ്പോൾ ഇനിയിപ്പോ എന്തെങ്കിലും പാച്ചപ്പ് നടന്നോ, ഇനി അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന നിശബ്ദതയ്ക്ക് പോലും കോൺഗ്രസ് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. ഓൾറെഡി ഡാമേജ് ഈസ് ഓൾറെഡി ബീൻ ഡൺ. അതെ, ഇനിയിപ്പോ ഇന്റർഫിയർ ചെയ്യുന്നല്ല, ഞാനൊരു അക്കാദമിക് ഇൻട്രസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇനി ശശി തരൂരിന് എന്ത് നേടണം? അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം നിങ്ങൾ BJPയിലോട്ട് വന്നാൽ കൊടുക്കത്തില്ല, രാഷ്ട്രപതി സ്ഥാനം നിങ്ങൾ കൊടുക്കത്തില്ല, നിങ്ങൾ ഏറിയാൽ കൊടുക്കുന്നത് ഒരു രാജ്യസഭ MP സ്ഥാനം. അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലുള്ള ആളാണ്. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, ഞാനിപ്പോ 4 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, 4 പ്രാവശ്യം തുടർച്ചയായിട്ട് വിജയിക്കുന്നു, ഇതെന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപനം നടത്തി. ഇനി അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്ത് ഇരുട്ടെന്നാണ് പറയുന്നത്? നിങ്ങൾ എന്താ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇല്ലെങ്കിൽ രാഷ്ട്രപതിയാക്കുന്ന ഉള്ള വാദമാണോ ഉയർത്തുന്നത്? അപ്പൊ അതൊക്കെ വെറുതെ എന്താ പറഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ, അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയിരുന്നോ? അദ്ദേഹം ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആയിരുന്നോ? അല്ലെങ്കിൽ ആ ലെവലിലുള്ള സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരുന്നോ? രാംനാഥ് കോവിന്ദ് ആയിരുന്നോ? അബ്ദുൽ കലാം ആയിരുന്നോ? ഇതൊന്നുമല്ല. അങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായും പിന്നെ അതേപോലെ പ്രതിഭാശാലികൾക്ക്, കഴിവുള്ളവർക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു രീതി BJPക്ക് ഉണ്ട് സാർ. ദ്രൗപദി മുർമുവും മുഴുവൻ സമയ രാഷ്ട്രീയക്കാരിയായിരുന്നു. APJ അബ്ദുൽ കലാം ധൻകറൊന്നും ആയിരുന്നില്ല. അതേപോലെ തന്നെ കഴിവുള്ളവർക്കും മിഷണറീസിനും അവസരങ്ങൾ കൊടുക്കുകയും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉപയോഗിക്കുകയും ചെയ്യുന്ന സിസ്റ്റം BJPക്കകത്തുണ്ട്. ഞാൻ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് നടത്തിയ ശശി തരൂരിന്റെ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ തൽക്കാലത്തേക്ക് ഒരു ബഞ്ഞുരുകൾ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയതും. മാധ്യമങ്ങളോട് മുഖം കൊടുക്കാതെ ശശി തരൂർ ജൻപതിൽ നിന്ന് മടങ്ങിയത്, ചർച്ചയ്ക്ക് ശേഷം മടങ്ങിയതിനുള്ള കാരണം ഇത് മാധ്യമങ്ങളിലൂടെ ചർച്ചാ വിഷയമാക്കേണ്ട എന്നുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ്. തൽക്കാലത്തേക്ക് നേതാക്കളും ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇനി ഇടം കൊടുക്കില്ല എന്ന് തന്നെയാണ് വിവരം. അതായത് ഈ വിഷയം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. ശശി തരൂർ അതിന് ചെവി കൊടുത്തിട്ടും ഉണ്ട് എന്നാണ്. പക്ഷെ ഒരു തിരുത്തൽ തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുമില്ല. ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നാണ് വിവരം. ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട ഇനി എന്നാണ്. അത് തന്നെയാണ് ഒരുപക്ഷെ ഹൈക്കമാൻഡിന് എടുക്കാവുന്ന ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. അന്താരാഷ്ട്ര ഭാഷയിൽ പറഞ്ഞാൽ, യുദ്ധത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സീസ് ഫയർ. അത് നേരത്തെ തന്നെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇനി തരൂരിനെതിരെ ഒന്നും പറയേണ്ട എന്ന്. തരൂരിനെ ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തി ചർച്ച നടത്തിയതോടുകൂടി ആ ഒരു അഭിപ്രായ വ്യത്യാസം തരൂരും ഹൈക്കമാൻഡും തമ്മിലുള്ളതും മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സൂചി കൊണ്ടെടുക്കാവുന്നതിനെ തൂമ്പ കൊണ്ടല്ല JCB കൊണ്ടെടുത്ത് കുളമായതിനു ശേഷം ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെടിനിർത്തൽ ഡാമേജ് ഇസ് ഓൾറെഡി ഡൺ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഫർദർ ഡാമേജ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് താങ്ങാനാവില്ല.
ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താകുമായിരുന്നു ചെയ്യാനാവുന്നത്? അത് ശശി തരൂരല്ലേ, തരൂർ അങ്ങനെയൊക്കെ പറയും, അതൊക്കെ ഒരു അക്കാഡമിക് ലൈനിലും കണ്ടാൽ പോരെ എന്ന മട്ടിൽ ഇതിനെ ഒരു പ്ലേ ഡൗൺ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വർദ്ധിത വീര്യത്തോടുകൂടി ഓരോ കോൺഗ്രസ് നേതാവും കേരളത്തിൽ അതിശക്തമായി പ്രതികരിച്ചു. ആ പ്രതികരണത്തിന് കുറേ ഫലമുണ്ടായി, ഇല്ലെന്നല്ല, കുറേ സ്ഥിതിവിവരക്കണക്കുകളുണ്ടായി. കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായത്തിൽ തീർച്ചയായും പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടങ്ങളല്ലാതെ അതെന്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു കളി മാത്രമാണ്, ഇതൊക്കെ കുറേയൊക്കെ സമൃദ്ധമായി സ്ഥാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊക്കെ തരൂരിൻ്റെ നമ്പറല്ലേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ കൂടുതൽ പ്രസ്താവനകൾ വരാതെ ഇരിക്കേണ്ടത് ഹൈക്കമാൻഡിൻ്റെ ആവശ്യമാണ്. പാൻ ഇന്ത്യ തലത്തിൽ തരൂരിനെ പോലൊരു നേതാവിനെ നഷ്ടപ്പെടുന്നത് ആലോചിക്കാനാവില്ല. അത് മാത്രമല്ല, ഭാവിയിലും തരൂരിൻ്റെ ഭാഗത്ത് നെഗറ്റീവ് പ്രസ്താവനകൾ അല്ലെങ്കിൽ നിഷ്പക്ഷ പ്രസ്താവനകൾ പലപ്പോഴും കൂരമ്പുകളായി കോൺഗ്രസിന്റെ മേൽ തറച്ചു നിന്ന് വരാം. അത് ഒഴിവാക്കണമെങ്കിൽ ഒരു വെടിനിർത്തൽ ആവശ്യമാണ്. ഓണറബിൾ എക്സിറ്റ് തരൂരിനും ആവശ്യമാണ്. കോൺഗ്രസിൽ നിലനിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഓണറബിളായി ഈ വിഷയം അവസാനിപ്പിക്കേണ്ടത് തരൂരിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് മൗനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രണ്ട് കൂട്ടരും അതാണ് ഇന്ന് ചർച്ചയ്ക്ക് ശേഷം സംഭവിച്ചതും. ശ്രീ വിനോദ് മാത്യു, എന്താണ്? കാര്യം, അതായത് എന്നോട് മഞ്ജുഷ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം ആ സമയത്ത് പറയാൻ കഴിഞ്ഞില്ല. അങ്ങ് ചോദിച്ചത് ഈ നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നതിനെ പറ്റി ചോദിച്ചു. ഞാൻ അതിന്റെ ഉദാഹരണം പറയാം. ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ കോട്ട് ചെയ്തുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് 2018 നവംബർ 5 ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചില പ്രതിമകൾ, നരേന്ദ്രമോദി സർക്കാർ പ്രതിമകൾക്ക് കൂടുതൽ പണം ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ഒരു ആരോപണം, ഒരു വർത്തമാനം. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മനോഹരമാണ്. അതില് ഈ നമ്മുടെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനെ പറ്റിയും അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പറ്റിയും അദ്ദേഹം സംസാരിച്ചിട്ട് പറഞ്ഞു, നെഹ്റു എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു വിഷണറി ഉള്ള ഒരു മനുഷ്യൻ ഇന്ത്യ ഭരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ സമയത്ത് നെഹ്റു പോയിട്ട് ഈ പറയുന്ന പാലങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ പ്രതിമകളും കെട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ ഏത് കാലത്ത് പോയി നിന്നേനെ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയെ രൂപപ്പെടുത്തിയ ക്രെഡിറ്റ് ശ്രീ നെഹ്റുവിനാണെന്ന് പ്രസംഗിച്ച അരവിന്ദ് കെജ്രിവാളുണ്ട്. അപ്പം ഞാൻ സേനാപതി ചേട്ടനൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിൽ കോൺഗ്രസിനെയൊക്കെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാർക്ക് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് എപ്പോഴെങ്കിലും അത്തരത്തിൽ തരൂരിനെ നിങ്ങൾ വെട്ടിലാക്കുന്നതിന്റെ കാരണം നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് കൂടി ചെറുപ്പക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് തരൂരിനെ കാടടച്ച് വെടിവെച്ച് അദ്ദേഹത്തെ ഇല്ലായ്മപ്പെടുത്തുക എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ അതിന്റെ നഷ്ടം ആത്യന്തികമായി രാഷ്ട്രീയത്തിന് കൂടിയാണ് എന്ന് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, സേനാപതി വേണു. ഇല്ല അല്ല, തരൂര് അല്ല, ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 1000 ചില്ലുവാൻ വോട്ട് ആനുപാതികമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം കിട്ടിയ വോട്ടിന്റെ 10-1 വോട്ട് അദ്ദേഹത്തിന് കിട്ടിയത് കോൺഗ്രസ്സുകാർ കൊടുത്തല്ലേ? കേരളത്തിൽ ചേട്ടാ, ഈ തരൂര് മത്സരിക്കാനൊക്കെ പോയ സാഹചര്യമൊക്കെ നമുക്കറിയില്ലേ? ഞാൻ ചോദിച്ചത് എം കെ രാഘവനെ പോലെ പരിണിത പ്രജ്ഞനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് തരൂരിനെ ഒരു കാരണവശാലും പിടിക്കാൻ കഴിയില്ല എന്ന് ആ സാഹചര്യത്തിൽ ബോധ്യപ്പെട്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ അദ്ദേഹം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അത്രയും വോട്ട്. അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാകും, നിലനിൽക്കും, അദ്ദേഹം തെറ്റ് തിരുത്തും. ആ തിരുത്തലിലൂടെ അദ്ദേഹം കോൺഗ്രസിന്റെ ആ മുഖ്യധാരയിലേക്ക്, കോൺഗ്രസ് എന്താണോ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം, അദ്ദേഹം കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം നാളെ കോൺഗ്രസിന് മുതൽക്കൂട്ടായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശശി തരൂരിനെ തിരുത്തിക്കുമോ രാഹുൽ ഗാന്ധി? തിരുത്തിക്കുമെന്ന് 55% പ്രേക്ഷകർ, ഇല്ല എന്ന് 40%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.